പൊതുവെ മൈമൊക്കെ ശരിയാവില്ല. എവിടുക്കാ പോണേ അറിയാലോ, കോട്ടക്കൽ ഇങ്ങനെ കറങ്ങുന്ന കുട്ടികളായിട്ട് ക്രിസ്മസിന് കൂട്ടിയ പോലും എടുക്കയിലൊക്കെ പോണെന്ന്. നല്ലൊരു ഫുഡ് കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച് പോകണം. അങ്ങനെ കുറെ മുന്നേ റീൽസ് കണ്ടിരുന്നു. ദോശയും കുറെ ഐറ്റങ്ങളും പോയോക്കട്ടെ. പറമ്പലങ്ങാടി റൂട്ടാണ് കേട്ടോ, റൂട്ടാണ് ചെങ്കൊട്ടി പറമ്പലങ്ങാടി മിംസ് റോഡാണ് കേട്ടോ. എവിടെ സംഭവം ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ദിവസമായി നമ്മൾ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടാ, കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുട്ടികൾ വെക്കേഷനായി വീട്ടിൽ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ ഒക്കെ എവിടെയെങ്കിലൊക്കെ പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ തല്ലുകൂടിയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടെങ്കിലും അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോട്ടക്ക വഴി ഒന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ദോശ ഒരു ഷോപ്പ്, അതിൻ്റെ ഒരു റീൽസ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത് നല്ല വെറൈറ്റി ഒരു ദോശ കിട്ടാം. അത് കഴിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ആ ഒരു റീൽസ് ഉണ്ടല്ലോ, കുറേ മുമ്പത്തെ റീൽസാണ്, അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എവിടെയെന്ന് തപ്പി പിടിച്ചിങ്ങനെ പോയത് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പറമ്പിലങ്ങാടി റൂട്ടിൽ അറേബ്യൻ മജ്ലിസ് ഒക്കെ ഉണ്ട്. അതേപോലെ ഡെസേർട്ട് ബ്യൂട്ടി പാർലറൊക്കെ ഇല്ല, അതിൻ്റെ ഒപ്പം പ്ലാന്റ് കഫേൻ്റെ ഒക്കെ ഒപ്പമാണ് ഈ ഷോപ്പ് നിൽക്കുന്നത്. അറേബ്യൻ മജ്ലിസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ദോശ ചൂടുന്നതൊക്കെ എനിക്ക് കാണിച്ചു തന്നു കേട്ടോ. കണ്ടില്ലേ, ഇതാണ് സംഭവം. ഇത് നോക്കിയിട്ട് ഞാൻ പോയത് കേട്ടോ. ഒരുപാട് കൂട്ടാനുകൾ അതിലുണ്ട് കേട്ടോ, വെജും നോൺ വെജൊക്കെ ഉണ്ട് അതിൽ. അതിലിപ്പോൾ എന്തൊക്കെയുണ്ട് ചോദിച്ചാൽ ഇപ്പോൾ എന്താ ഞാൻ പറയാം. സെറ്റപ്പില്ലേ വിശാലണ്ടൊക്കെ ഇവിടെ അടുത്ത് വരുന്നുണ്ട് ബീഫ് ഹണിന്റെ ചോക്ലേറ്റ് ദോശ. ചോക്ലേറ്റ് ദോശ മുറിച്ചുള്ളൂ. 100-ലേറെ ദോശകളുണ്ടെന്ന് അവർ പറഞ്ഞു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ചോക്ലേറ്റ് ദോശ വേണോ വെച്ചപ്പോൾ ഓക്കെ പറഞ്ഞപ്പോൾ ചോക്ലേറ്റ് ദോശ ഹണിക്ക് വേണ്ടി ചുട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. അതേപോലെ ഈ പുട്ടുണ്ടല്ലോ, എന്താ പറയുക, ഒരു രക്ഷയുമില്ല പുട്ടാൾ കേട്ടോ. നല്ല മസാലപ്പുട്ട്, ചിക്കൻ്റെ പുട്ട്, ബീഫിൻ്റെ പുട്ട്, ചെമ്മീൻ പുട്ട്, നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഏത് പുട്ടാച്ചാൽ അവർ ചുട്ടിരട്ടെ. ഈ ദോശയിൽ ഇപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതാ ബോട്ടുണ്ട്, ബീഫിൻ്റെ ബോട്ട് അതല്ലോ. ഇതിപ്പോൾ കൊണ്ടിട്ടുള്ള കീ പൊറോട്ട. കീ പൊറോട്ടനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. അതാ ബീഫിൻ്റെ കീ പൊറോട്ട ഞാൻ ഓർഡർ എടുത്തു കേട്ടോ. ആ ദോശയിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിക്കൻ്റെ മസാല ഉണ്ട്, ബീഫിൻ്റെ ലിവർ, ബോട്ടി, ലീഫ് വരട്ട്, അതേപോലെ കൂന്തൾ, ചെമ്മീൻ, പിന്നെ ഇപ്പം എന്താ റാബിറ്റ്, ക്രാബ്, ഡക്ക്, പനീർ മസാല, അതേപോലെ നമ്മളെ ബജ്ജി ഉണ്ടല്ലോ, ഉരുളങ്കിഴങ്ങിൻ്റെ ബജ്ജി, പിന്നെ ചട്ടിനി, ബുൾസൈ, പിന്നെ കുറച്ച് സലാഡ്, എന്തൊക്കെയോ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരാളെ കൊണ്ടൊന്നും കഴിക്കാൻ കഴിയില്ല കേട്ടോ. ഒരു 4 ആൾ ആ ദോശയ്ക്ക് ചുറ്റും ഇങ്ങനെ ഇരുന്നാൽ കഴിച്ച് തീർക്കാം. അത്രക്കും ഹെവിയാണ് കേട്ടത്. നാടൻ ഭക്ഷണം ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് ഒരു പേടിയില്ലാതെ കഴിക്കാനും പറ്റും. പിന്നെ എന്താ പറയുക, കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ ഉള്ള സൗകര്യം അവിടെ ഉണ്ട് കേട്ടോ. ബ്രൈഡ്സും സംഘമാണ്, കുറച്ച് പേര് റീൽസ് എടുക്കാൻ വന്നിട്ടുണ്ട് അവിടെ. എന്നെ പോലെ ഒരാൾ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ട് യൂട്യൂബിലെട്ടാ. നമ്മളെ ഫാമിലീസ് ഉണ്ടോ, വീഡിയോ എടുത്തോ, ആദ്യം കാണാനാണ്. ഇന്നെ പോലെ എടുക്കാൻ വന്നാണ് അറിയാൻ. നിബ്രാസിലൊക്കെ ഒരു വ്ളോഗറാണ്, എന്നെ പോലെ വീഡിയോ എടുക്കാൻ വന്നത് തന്നെയാണ്. എങ്ങോട്ടാ? നെസ്റ്റോ. അത് നേരെ നെസ്റ്റോക്ക് വന്നു. ഹെയർ സ്റ്റൈൽ അറിയാം, ഹെയർ സ്റ്റൈൽ അറിയാം, ബുള്ളറ്റ് സ്റ്റൈൽ. എന്താണ് ബുള്ളറ്റ്? അത് ഏതായാലും ഫുഡ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പോയത് കുട്ടികൾ കോട്ടക്ക നെസ്റ്റോയിൽ കുട്ടികൾ കയറിയിട്ടില്ല കേട്ടോ. ഞാൻ പോയിട്ടുണ്ട് ഇതിന് മുമ്പൊക്കെ. അപ്പോൾ അവർ കുറേ ദിവസമായി നെസ്റ്റോ പോകണമെന്ന് പറഞ്ഞിട്ട്, ഏതായാലും പിന്നെ നാളെ സ്കൂളൊന്നും ഇല്ലല്ലോ, ഫ്രീ ആയല്ലോ. അപ്പോൾ നെസ്റ്റോ പോയി അവിടെ ഭയങ്കര ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയോ ഓഫറിൻ്റെ കാറും ബൈക്കൊക്കെ മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പാട്ട് നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ഞാനിപ്പോൾ ഈ പാട്ട് ഇതിൽ ഓണം ചെയ്യാത്ത എനിക്ക് കോപ്പിറൈറ്റ് ഇട്ട് വെച്ചിട്ടാണ്. എല്ലാ ക്രിസ്മസിൻ്റെ പാട്ടുകളും ആഘോഷങ്ങളും നടക്കുന്നുണ്ട്. ആൾക്കാർ
ചുറ്റും ജോഡി എല്ലാവരും വീഡിയോ എടുക്കണതൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ നടക്കണം കേട്ടോ. അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ ഓരോ മക്കളെയും പിടിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട്. രസമാണ് ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ടാ. പിന്നെ നല്ല ഓഫറുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്, നല്ല ഓഫറുണ്ട്. മിക്സിക്കൊക്കെ ഇതാ 3000 2009 3000 എന്ന് പറയാം. പിന്നെന്താ 699 ഇയർബഡ്സിന്, ബോട്ടിൻ്റെ ഇയർബഡ്സാണെന്ന് മോൻ പറഞ്ഞു, നോക്കിയിട്ടില്ല കമ്പനിയൊന്നും. പിന്നെ നമ്മൾ 90s പാട്ടുകൾ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി നട്ടാ, അത് രസട്ടാ. ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുള്ള ഹിറ്റ് ഗാനങ്ങളൊക്കെ ടൈപ്പ് പാടുന്നത് ഇതല്ല. ഇത് പിന്നെ മക്കളെപ്പോഴത്തെ കൊറിയൻ ഡാൻസും കൊറിയൻ പാട്ടൊക്കെ അതൊന്നും എനിക്കിഷ്ടമില്ല കേട്ടോ. നമ്മളെ പഴയ ഷാറൂഖ് ഖാൻ്റെയും സൽമാൻ ഖാൻ്റെ ഒക്കെ പാട്ടുണ്ടല്ലോ, അതൊക്കെ മോഹൻലാലിൻ്റെ ഒക്കെ, അത് കാണുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊരു രസമാണ് കേട്ടോ. ഞാൻ 10 ഡിഗ്രി +2 ഒക്കെ പഠിക്കുന്ന സമയത്തുള്ള ഓരോ മൂവീസിൻ്റെയും പാട്ടുകളും ഡാൻസ് ഇട്ടാ. ഇത് പിന്നെ മക്കൾസ് ഡാൻസ് നമുക്ക് ദഹിക്കത്തില്ല. പിന്നെ നമ്മൾ സ്ഥിരം പരിപാടി ഇതാ, വെറുതെ ചുമ്മാ അങ്ങനെ റൈറ്റ് വെക്കുക, ഒന്നിട്ട് എടുക്കില്ല, വെറുതെ അങ്ങ് നോക്കുക, അവിടെ വെക്കുക. അതാണ് അതിൻ്റെ രസം. അത് രസമൊന്നും വേറെ തന്നെ അല്ലേ. ഇത് പുതപ്പുകൾ നല്ല സോഫ്റ്റ് പുതപ്പുകൾ. സിംഗിളിൻ്റെ സിംഗിളിന് വലിയ റേറ്റ് ഇല്ല കേട്ടോ. എന്താ 499 ആണ് സിംഗിളിന്, ഡബിളിന് കുറച്ച് കൂടുതൽ റേറ്റ് ഉണ്ട്. അങ്ങനെ പുറത്ത് എഴുതിയിട്ടുണ്ട്. നോർമൽ ടെക്സ്റ്റൈൽസിൽ അത്ര എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല നാട്ടിൽ നിന്നും. സൗദിയിൽ നിന്ന് ഗൾഫിൽ നിന്ന് വരില്ലാണ് ഞങ്ങൾക്കൊക്കെ, അവിടെ നിന്ന് കൊണ്ടുവരലാണ്. അപ്പോൾ നാട്ടിലത്തെ റേറ്റ് എത്ര എനിക്കറിയില്ല. പിന്നെ നല്ല കുളിച്ചെടുക്കുക, പുതച്ചിങ്ങനെ ഏസിട്ടൊക്കെ കിടന്ന നല്ല സുഖം. ഇത് 899 വരുന്നത്. എത്ര റേറ്റിന് ഡിഫറൻസ് ഉണ്ട് എനിക്കറിയില്ല കേട്ടോ, ഒറിജിനൽ ഓഫറും തമ്മിൽ. പിന്നെന്താ ക്രിസ്മസ് ആയിട്ട് അതിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ അത് വെച്ചിട്ടുണ്ട്. സ്റ്റാറും കുറേ ലൈറ്റും സാധനങ്ങളൊക്കെ ഉണ്ടിട്ട് അങ്ങനെ അവിടെ ഓരോ റാക്കിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ രസമുണ്ട് അതൊക്കെ. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടാ. ടോയ്സുകളൊക്കെ അല്ല ഭംഗിയിൽ, ടോയ്സുകളും കുട്ടികളെ സ്കൂൾക്ക് ആവശ്യമുള്ള കളേഴ്സും ബുക്കുകളും എല്ലാം ഉണ്ട് കേട്ടോ. ഏതായാലും ഒന്നും എടുക്കാതെ പോരാനൊന്നും പറ്റില്ല. ഇത് 13 ലിറ്ററിൻ്റെ ബിരിയാണി പോട്ടാണ് അതിൻ്റെ റേറ്റ് കാണിക്കുന്നത്. അതേപോലെ ഇതിപ്പോൾ എത്ര ലിറ്റർ, 32 സെൻറ്റിമീറ്റർ എന്നാണ് 989. പിന്നെ 1199 ഇപ്പോൾ എത്ര എന്തോ കുക്ക് വെയർ സെറ്റ്, ഈ 4 സെറ്റ്, ഈ 3 പാത്രം അതിൻ്റെ ലിഡും കയ്യിലൊക്കെ കൂടി ആ റേറ്റ് ഉണ്ട്. ഇതാണ് ആ ബിരിയാണി പൊട്ടിട്ടാ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെയാണ്. പിന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ അത് അവിടെ കിടക്കണം. ഇവിടെയൊക്കെ ഓഫർ കണ്ടില്ലേ, ഇതിങ്ങനെ വെച്ചിട്ട് ഈ കൊട്ടയിലൊക്കെ ഉള്ള ഓഫറാണെന്ന് പറയണത്. ഞാൻ പറഞ്ഞില്ല ഒറിജിനൽ റേറ്റ് എത്ര ഇത് തമ്മിൽ വ്യത്യാസം എനിക്കറിയില്ല. ഞാനിങ്ങനത്തെ ഒന്നും അധികം നാട്ടിൽ നിന്ന് വാങ്ങിക്കലില്ല. പിന്നെ മുകളിൽ കയറിയപ്പോൾ ബാഗൊക്കെ വെച്ചിട്ടുണ്ട്. 329 രൂപ ആയിട്ട്. ഇതാ നല്ല അടിപൊളി, കാണാൻ നല്ല ഭംഗിയിട്ടാ, അടിപൊളി ബാഗുകളൊക്കെ ഇട്ടിരിക്കണം. ഉള്ളിൽ അത്യാവശ്യം സ്പേസും ഉണ്ട്, കയറൊക്കെ വലിപ്പമുണ്ട്. നല്ല ട്രെൻഡായിട്ടുള്ള ബാഗുകളൊക്കെ അതാ ചങ്ങലൊക്കെ ഇട്ട് കണ്ടില്ല. സാധാ നോർമലായിട്ടുള്ള ബാഗ് ഇതൊക്കെയാണ് നമ്മൾ ചുരിദാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ 299 ഇതാ സാധാ നോർമൽ ബാഗുകളൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഓരോ ചെരുപ്പ് കണ്ടപ്പോൾ, ഹീലുള്ള ചെരുപ്പ് കണ്ടപ്പോൾ വെറുതെ ഒന്നിങ്ങനെ ഇട്ട് കാൽമ കയറി നോക്കിയാട്ടോ. പിന്നെ നമ്മളെ കൊണ്ട് അത് കൂട്ടിയേ കൂടില്ല, അതുകൊണ്ട് പിന്നെ അയിമക്ക് നോക്കിയിട്ടില്ല. അയിമന്ന് വീണാൽ പിന്നെ പണിയാവും വിചാരിച്ചിട്ട് ഇട്ടുകൊണ്ട് അവിടെ തന്നെ വെച്ചിട്ടാ. അപ്പം എൻ്റെ മോളറിയാം ഓൾക്കൊന്ന് വേണം. ഞാൻ പറഞ്ഞ് തൽക്കാലം ഇപ്പോൾ വേണ്ട വെച്ചാളാന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തുട്ടോ. ഷോളൊക്കെ അല്ല കുറവുണ്ട് കേട്ടോ. നമ്മൾ ചുറ്റിന ഈ ചുറ്റിന ഞാനൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ ഷോളുണ്ടല്ലോ, അത് 99 ഉറുപ്പിക കേട്ടോ, വെറും 99 ഉറുപ്പിയുള്ളൂ. അത് പല കളേഴ്സും അവിടെ ഉണ്ട്. അവിടെ നിന്ന് 2-3 ഷോളൊക്കെ ഞാൻ എടുത്തു. പിന്നെ കുറച്ച് കുട്ടികൾക്ക് കുറച്ച് ലെഗിൻസ് അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകൾ ഇങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിക്കാൻ പോയതൊന്നുമില്ല. പിന്നെ അവിടെ കണ്ടപ്പോൾ ഇങ്ങനെ ചുമ്മാ വാങ്ങിച്ചെന്നുള്ളൂ കേട്ടോ. പിന്നെ താഴത്ത് വണ്ടിയില്ല, ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പരിപാടി എടുക്കുന്നതുകൊണ്ട് എല്ലാവരും താഴത്ത് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ, താഴോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ താഴെ എത്തിയപ്പോൾ അപ്പൂപ്പനും കുട്ടികളൊക്കെ എണ്ണം കൂടിയിട്ടുണ്ട്. സ്റ്റേജിൽ കയറി കുട്ടികൾ ഡാൻസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഒച്ചപ്പാടും നല്ല രസമാണ്. എനിക്കിഷ്ടം അങ്ങനത്തെ ആഘോഷങ്ങൾ പരിപാടികൾ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ഫുഡൊന്നും ഏതായാലും കഴിച്ചതല്ല, ഇനിയിപ്പോൾ ഫുഡ് ചെന്നിട്ട് കഴിക്കാനും ഫുഡ് ഉണ്ടാക്കാനൊന്നും ഇല്ല, ഫ്രീ ആണ്. അപ്പോൾ ഏകദേശം സമയം 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിൽ പോവുക, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ തന്നെ റോഡൊക്കെ ഉണ്ട് ഫുള്ള് ബ്ലോക്ക് ആയിക്കണ്. ഈ ഒരു സമയം 8 മണിൻ്റെ ഒക്കെ ഒരു സമയമാകുമ്പോൾ 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഫുള്ളാവുമല്ലോ. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടൊക്കെ സബ്സ്ക്രൈബ്